ഇന്ന് ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നത്. ഇത്തരത്തിൽ തന്നെ ചൈന ഈ അടുത്ത കാലങ്ങളിൽ കൊണ്ടുവന്ന ലോകരാജ്യങ്ങൾ അസൂയപ്പെടുന്ന കുറച്ച് ടെക്നോളജി കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കടക്കാം. സ്കൈ ട്രെയിൻ കാന്തിക ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ട്രെയിനാണിത്. ഈ അടുത്ത കാലത്താണ് ചൈന സ്കൈ ട്രെയിൻ എന്നൊരു ആശയവുമായിട്ട് കണ്ടെത്തലുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇന്നും തിരക്കു പിടിച്ച് കൃത്യസമയത്തിനോടാത്ത ഇന്ത്യൻ ട്രെയിനുകൾക്ക് ചൈനയുടെ ഈ ഒരു കണ്ടുപിടുത്തം വലിയൊരു കളിയാക്കൽ തന്നെയായിരുന്നു. വലിയ നീളമുള്ള തൂണുകൾക്കിടയിൽ ഒരുക്കിയിട്ടുള്ള ലൈനുകളിലൂടെയാണ് തല കീഴായി ഓടുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഒരേ സമയം 80-ലധികം വരുന്ന ആളുകളെ ഒരുമിച്ച് ഇങ്ങനെ തല കീഴായി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഡ്രൈവർ ഇല്ലാതെ ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിലാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത്. വെറും 7 മാസം സമയം മാത്രം എടുത്താണ് ചൈന ഇങ്ങനെ ഒരു ട്രെയിൻ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇത്തരത്തിൽ തന്നെ മുകളിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ട്രാഫിക് ജാമും ആക്സിഡന്റുമെല്ലാം ഇതിൽ വളരെയേറെ കുറവ് തന്നെയാണ്. ഇനി എന്താണാവോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രെയിൻ നമ്മുടെ നാട്ടിലൊക്കെ വരാനായിട്ട് പോകുന്നത്? ലേസറത്ത് LMV496 പേര് പോലെ തന്നെ ഇതൊരു അതിശയിപ്പിക്കുന്ന കണ്ടുപിടുത്തം തന്നെയാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ പറക്കുന്ന ബൈക്കാണിത്. ഫ്രാൻസിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ലുഡോവിഡ് ലേസറത്താണ് ഇത്തരമൊരു ബൈക്കിന് രൂപകൽപ്പനകളെല്ലാം ചെയ്തിട്ടുള്ളത്. റോഡിലൂടെ ഇതിങ്ങനെ പോകുമ്പോൾ നമ്മൾ സിനിമയിലെല്ലാം കാണുന്നത് പോലുള്ള ഒരു സൂപ്പർ ഫ്യൂച്ചറിസ്റ്റിക് ബൈക്ക് പോലെയെല്ലാം നമുക്കിതിനെ തോന്നാവുന്നതാണ്. എന്നാൽ വേഗത്തിൽ എത്തണമെങ്കിലും ട്രാഫിക് ജാമുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലുമൊക്കെ നമുക്കിതിന്റെ ഫ്ലൈറ്റ് മൂഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടയറുകൾ ഇങ്ങനെ 4 ഫ്ലൈയിങ് ടർബൈനുകളായിട്ട് പിന്നീട് മാറുന്നതാണ്. 1400 എഞ്ചിൻ പവറാണ് ഈ ഒരു ബൈക്കിനുള്ളത്. ഏകദേശം ഇന്ന് ഇത്തരം ഒരു ബൈക്കിന്റെ വില എന്നത് 4 കോടി രൂപക്ക് മുകളിലാണ്. BYD യാങ് വാങ് U8 നിലവിലെ ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് അഥവാ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു XUV കാറാണ് BYD യാങ് എന്നത്. ചൈനയിലെ മുൻനിര ഇലക്ട്രിക് കാർ കമ്പനിയായിട്ടുള്ള BYD ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1100 HP എഞ്ചിൻ പവറും 1680 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. വെറും 3.5 സെക്കൻഡ് സമയത്തിനുള്ളിൽ 100 കിലോമീറ്റർ വേഗത്തിൽ എത്താൻ ഇതിന് സാധിക്കുന്നതാണ്. വെള്ളത്തിലെത്തിയാൽ ഒരു ചെറിയ ബോട്ട് പോലെ ഇതങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ്. ഇങ്ങനെ ഇത്തരത്തിൽ ഒരേ സമയം 30 മിനിറ്റിലധികം സമയം ഇതിന് വെള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തീർന്നിട്ടില്ല, 360 ഡിഗ്രി വൈഡ് ആയിക്കൊണ്ട് ഒരേ സമയം നിൽക്കുന്ന ഇടത്ത് നിന്ന് തന്നെ തിരിയാനായിട്ട് ഇതിന് സാധിക്കുന്നതാണ്. നിലവിൽ ഇത്തരമൊരു XUVയുടെ വില എന്നത് 2.5 കോടി രൂപക്ക് മുകളിലാണ്. ന്യൂ ഡിലോറസ് കാർ തീർത്തും ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു കാറ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ഇതിന് മറ്റു കാറുകളെ പോലെ തന്നെ ഡോറുകളോ ഗ്ലാസുകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇതിന്റെ ബോഡി പാർട്സുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് 12 ടിന്നസ് പോളി ഗ്ലാസ് ഉപയോഗിച്ചാണ്. അതുകൂടാതെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് സാധാരണ ടയറുകൾക്ക് പകരം ഇതിനകത്തുള്ളത് കറുത്ത നിറത്തിൽ ഫിനിഷ് വർക്കുകളെല്ലാം ചെയ്ത മെറ്റൽ കവറുള്ള ഒരു ട്യൂബ്ലെസ് ആണ് ഇതിനകത്തുള്ളത്. ഒരേ സമയം 2 ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. KDS 5 എന്ന ഇലക്ട്രിക്കൽ എഞ്ചിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടും ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. നിലവിൽ ഇത്തരമൊരു വാഹനത്തിന്റെ വില എന്നത് 65 ലക്ഷം രൂപക്ക് മുകളിലാണ്. ഗ്യാക്ക് പ്രസൻസ് ഗോവ് ഇത്തരം പറക്കും കാറുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമകളിൽ മാത്രമായിരിക്കും. എന്നാൽ ചൈനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാറുകളെ എല്ലാം കാണാവുന്നതാണ്. ചൈനയിലെ ഓട്ടോമൊബൈൽ കമ്പനി ആയിട്ടുള്ള ഗ്യാങ് ഷോ എന്ന ഗ്രൂപ്പ് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ കാറാണിത്. റോഡിലും ആകാശത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തരത്തിലാണ് ഈ ഒരു കാർ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഇത് പ്രവർത്തിക്കുന്നത് മുഴുവൻ ഓട്ടോമാറ്റിക്
കാണിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ ഒരു വാഹനത്തിൽ കയറി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇതിനകത്തുള്ള സ്ക്രീനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങളെ ഈ ഒരു വാഹനം നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എത്തിക്കുന്നതാണ്. നിലവിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാറ്ററി ചാർജിലാണ് ഈ ഒരു വാഹനം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. യഹാങ് 2165 ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് പറക്കുന്ന ഒരു ഡ്രോൺ. യഹാങ് എന്ന ചൈനയിലെ ഒരു കമ്പനിയാണ് ഇത്തരമൊരു ഡ്രോൺ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ സമയം ഇതിൽ രണ്ടാളുകൾക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു പൈലറ്റിന്റെയോ ഡ്രൈവറുടെയോ സഹായമില്ലാതെയാണ് ഇത് ഇത്തരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ടേക്ക് ഓഫും നാവിഗേഷനും എല്ലാം എന്നിങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് താഴെയുള്ള ഫ്ലൈറ്റ് ഏജൻസിയാണ്. 3000 മീറ്റർ ഉയരത്തിൽ അതുപോലെ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിലും പറക്കാനായിട്ട് ഈ ഒരു ഡ്രോണിന് സാധിക്കുന്നതാണ്. ഇനി അഥവാ എങ്ങാനും പറക്കുന്ന സമയത്ത് എന്തെങ്കിലും എമർജൻസി പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സേഫ് ആയിക്കൊണ്ട് പെട്ടെന്ന് എവിടെ വേണമെങ്കിലും ഇത് ലാൻഡ് ചെയ്യാവുന്നതാണ്. ഒരു സാധാരണ കാറിനുള്ള വലുപ്പത്തേക്കാൾ കുറവാണ് ഇത്തരം ഡ്രോണുകൾക്ക്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സ്ഥലമാണെങ്കിൽ പോലും നമുക്കവിടെ ഇതിനെ പെട്ടെന്ന് ലാൻഡ് ചെയ്യിക്കാവുന്നതാണ്. യമഹ മോട്ടോറൈഡ് തീർത്തും ഒരു സയന്റിഫിക്കലി സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബൈക്കാണിത്. കാരണം ഇത് അത്രയേറെ മറ്റു ബൈക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. യമഹയാണ് അവരുടെ ഏറ്റവും പുതിയ ബൈക്ക് ഇത്തരത്തിൽ തന്നെ ചൈനയിൽ നിർമ്മിക്കുന്നത്. ശരിയായ രീതിയിൽ ഹാൻഡിലുകളോ നിർത്താനായിട്ട് സ്റ്റാൻഡുകളോ ഇല്ലാത്ത ഒരു ബൈക്കാണ് ഇത്. ട്വിസ്റ്റിംഗ് സിഗാർഗം എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇതിനാൽ തന്നെ ഇത് സെൽഫ് ബാലൻസിംഗ് സിസ്റ്റമാണ് ഇതിനുള്ളത്. അഥവാ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ഇതിന് സ്റ്റാൻഡിന്റെ ആവശ്യമില്ലാതെ സെൽഫായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് സ്വയം നിൽക്കാനുള്ളൊരു കഴിവ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുൻഭാഗത്ത് പ്രത്യേകം AI സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ തന്നെ ഇതിന്റെ യഥാർത്ഥ ഉടമയെ ഇതിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു സെക്യൂരിറ്റി പോലെയെല്ലാം നമുക്ക് ഈ ഒരു ഫീച്ചറിനെ കാണാവുന്നതാണ്. ഒരാൾക്ക് മാത്രമാണ് ഇതിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാറ്ററി പവറിലാണ് ഇങ്ങനെ ഈ ഒരു വാഹനം പ്രവർത്തിക്കുന്നത്. ഇത്രയും നേരം നിങ്ങൾ കണ്ട വാഹനങ്ങളൊന്നും കൂടാതെ ഓരോ ദിവസവും ചൈനയിൽ ഇങ്ങനെ പുതിയ പുതിയ ടെക്നോളജി ഇന്നോവേഷനുകളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 2 മിനിറ്റിൽ ഫുൾ ചാർജ് ആവുന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങൾ മുതൽ ഡ്രൈവർ ഇല്ലാതെ സഞ്ചരിക്കുന്ന ഓട്ടോ പൈലറ്റ് വാഹനങ്ങൾ, അതുപോലെ വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമയെ കണ്ടു കഴിഞ്ഞാൽ കാറുകൾ തനിയെ അടുത്തു വരുന്ന ടെക്നോളജി എന്നിങ്ങനെ അടങ്ങുന്ന ഓരോ മേഖലയിലും ഇന്ന് ചൈന വളരെയേറെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്നായിരിക്കും ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് വരുന്നത് എന്നൊക്കെ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.